7 ഡേയ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 5-ാമത്തെ ദിവസത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഏകദേശം ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും അറിയാത്തവർക്ക്, അതായത് ബിഗിനേഴ്സിന് വളരെ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കുവാനും ഏകദേശം സംസാരിക്കാൻ വലിയ കുഴപ്പമില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കുവാനുള്ള ഒരു കഴിവ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ 7 ദിവസത്തെ ക്ലാസ് ഇവിടെ നമ്മൾ ആരംഭിച്ചത്. ഇന്ന് നമുക്ക് 5-ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് SC. കഴിഞ്ഞ ക്ലാസ്സുകൾ ഡേ 1 to 4 ക്ലാസ്സുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവർ ആ ക്ലാസ്സുകളൊന്ന് കാണുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഏറ്റവും അവസാനമായി ഈ ക്ലാസ്സുകളുടെ എല്ലാം കൂടി ഉള്ള എക്സർസൈസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ എക്സർസൈസുകൾ നിങ്ങൾ കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സാധാരണയായിട്ട് നമ്മൾ എന്ത് പറയുമ്പോഴും എനിക്കുണ്ട് അല്ലെങ്കിൽ അവനുണ്ട് ഒരു പൊസിഷൻ, അതായത് ഉടമസ്ഥതാവകാശത്തെ കാണിച്ച് സംസാരിക്കാറുണ്ട്. ഇപ്പം ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് എല്ലാം കവർ ചെയ്തല്ല പോകുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായി സംസാരിക്കേണ്ട കാര്യങ്ങളാകുമ്പോൾ അതിനാണ് നമ്മൾ മുൻതൂക്കം നൽകുന്നത്. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുമ്പം എനിക്കിതുണ്ട്, അല്ലെങ്കിൽ അവന് എനിക്കൊരു വീടുണ്ട്, കാറുണ്ട്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ പറയാമെന്നതാണ് നാം ഇന്ന് നോക്കുന്നത്. ഇവിടെ ആദ്യം എനിക്കൊരു കാറുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഹാവ് ഉപയോഗിക്കാം. ഉണ്ട് എന്ന പൊസിഷനെ കാണിക്കാൻ, ഉടമസ്ഥതയെ കാണിക്കാൻ ഹാവും ഹാസും ഉപയോഗിക്കാറുണ്ട്. എനിക്കൊരു കാറുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഹാവ് എ കാർ. ഐ ഹാവ് എ കാർ. അപ്പം നിനക്കൊരു കാറുണ്ട് എന്നാണെങ്കിലോ, നിനക്കൊരു കാറുണ്ട് എന്ന് പറയുമ്പം ഐ അവിടെ മാറ്റിയിട്ട് നമ്മൾ യു എഴുതുന്നു. യു ഹാവ് എ കാർ. എന്നാൽ അവർക്കൊരു കാറുണ്ട് എന്ന് പറയുകയാണെങ്കിലോ, യുവിന് പകരം അവിടെ ദേ എഴുതുന്നു. ദേ ഹാവ് എ കാർ. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഐ, യു, ദേ പോലെയുള്ള പ്ലൂറൽ സബ്ജക്റ്റുകൾ വരുമ്പോൾ അവിടെ നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഐ, യു എന്നിവ ഒറ്റയാളാണെങ്കിൽ പോലും അതും, ഒപ്പം തന്നെ മറ്റു പ്ലൂറൽ കാര്യങ്ങൾ, അതായത് കുറേ ഉള്ള കാര്യങ്ങൾ വരും, കുറേ ഉള്ളവരുടെ പേരുകളോ ഇല്ലെങ്കിൽ ചിൽഡ്രൻ, അതുപോലെ ക്യാറ്റ്സ്, ഡോഗ്സ് എന്നൊക്കെ കുറേ എണ്ണം ഉള്ളത് പറയില്ലേ, അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ അവനൊരു കാറുണ്ട് എന്ന് പറയുമ്പോൾ, അതായത് ഒരാൾ മാത്രമേ ഉള്ളിടത്ത് അവനൊരു കാറുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഹാസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഹീ ഹാസ് എ കാർ. അപ്പോൾ അവൾക്കൊരു കാറുണ്ട് എന്നാണെങ്കിലോ, അവൾക്കൊരു കാറുണ്ട് എന്ന് പറയുമ്പം ഷീ ഹാസ് എ കാർ. രാജുവിനൊരു കാറുണ്ട് എന്നാണെങ്കിൽ രാജു ഹാസ് എ കാർ. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഹാവ്, ഹാസ് എന്നിവയുടെ ഉപയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഹാവ്, ഹാസ് എന്നത് പല രീതിയിൽ പല സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുമെങ്കിലും നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചത് ഉടമസ്ഥതാവകാശത്തെ കാണിക്കാൻ വേണ്ടി ഹാവും ഹാസും യൂസ് ചെയ്യുന്നതാണ്. അതായത് ഐ, യു, അതുപോലെ പ്ലൂറലായിട്ടുള്ള കുറേ ആളുകൾ വരുന്ന അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഹാവ് ഉപയോഗിക്കുകയും ഒരാൾ മാത്രം ഉള്ളിടത്താണെങ്കിൽ ഹാസ് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഓക്കെ, എനിക്കൊരു ഡിക്ഷണറി ഉണ്ട്. ഐ ഹാവ് എ ഡിക്ഷണറി. നിനക്കൊരു ഡിക്ഷണറി ഉണ്ട്. യു ഹാവ് എ ഡിക്ഷണറി. അവനൊരു ഡിക്ഷണറി ഉണ്ട്. ഹി ഹാസ് എ ഡിക്ഷണറി. അവർക്കൊരു ഡിക്ഷണറി ഉണ്ട്. ദേ ഹാവ് എ ഡിക്ഷണറി. അപ്പോൾ ഇവിടെ ഉടമസ്ഥതയെ കാണിക്കുന്ന ആ വ്യത്യസ്തമായ കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ഒരാൾ മാത്രമാണെങ്കിൽ, അതായത് ഒരു ഐ, യു, അതുപോലെ കുറേ പേരുള്ളത് വരികയാണെങ്കിൽ അവിടെ ഹാവ് യൂസ് ചെയ്യുക. ഒരാൾ മാത്രമാണുള്ളതെങ്കിൽ അവിടെ ഹാസ് യൂസ് ചെയ്യുക. അപ്പം ഇതാണ് ഇപ്പോൾ നമുക്കുള്ള ഉടമസ്ഥാവകാശത്തെ പറ്റി പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, അതായത് മുമ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇല്ല, അങ്ങനെ പറയുന്നിടത്ത് നമുക്ക് ഹാവും ഹാസ് ഉപയോഗിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അങ്ങനെയുള്ളിടത്താണ് ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നിടത്താണ് ഹാഡിൻ്റെ ഉപയോഗം. അതായത് എനിക്കൊരു കാർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഐ ഹാഡ് എ കാർ. എന്നാൽ അതിന് പകരമായിട്ട് വേറെ ഒരാളോ രണ്ടാളോ കുറേ പേരൊക്കെ ഉള്ളപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും വാക്കുണ്ടോ? ഇല്ല. അവിടെയും ഹാഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിനക്കൊരു കാർ ഉണ്ടായിരുന്നു. യു ഹാഡ് എ കാർ. അവർക്കൊരു കാർ ഉണ്ടായിരുന്നു. ദേ ഹാഡ് എ കാർ. അവനൊരു കാർ ഉണ്ടായിരുന്നു. ഹി ഹാഡ് എ കാർ. അവൾക്കൊരു കാർ ഉണ്ടായിരുന്നു. ഷീ
ഹാഡ് എ കാർ. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒരു സാധനം ഉണ്ടായിരുന്നു, അതായത് ഒരു പൊസഷൻ സ്വന്തമായി ഉണ്ടായിരുന്നു, ഓണർഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാവും ഹാസും ഹാഡ് ഉപയോഗിക്കാം. എന്നാൽ ഇവിടെ ഉണ്ട് എന്ന ഇന്നത്തെ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ അവിടെ ഹാവും ഹാസും ഉപയോഗിക്കുകയും, എന്നാൽ മുമ്പുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഹാഡ് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒന്ന് പറയൂ, ഈ ഒരു മേശയ്ക്ക് 4 കാലുകളുണ്ട്, എങ്ങനെ പറയും? മേശയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. എ ടേബിൾ ഹാസ് 4 legs. അവൾക്ക് മനോഹരമായ കണ്ണുകളുണ്ട്, എങ്ങനെ പറയും? ഷീ ഹാസ് ബ്യൂട്ടിഫുൾ ഐസ്. ഷീ ഹാസ് ബ്യൂട്ടിഫുൾ ഐസ്. അവനൊരു ബുക്കുണ്ട്. ഹീ ഹാസ് എ ബുക്ക്. ഹീ ഹാസ് എ ബുക്ക്. ഈ അവനൊരു ബുക്കുണ്ട് എന്നുള്ളത് അവനൊരു ബുക്ക് ഉണ്ടായിരുന്നു എന്നാണെങ്കിലോ ഹി ഹാഡ് എ ബുക്ക്. ഹി ഹാഡ് എ ബുക്ക്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഉടമസ്ഥതാവകാശത്തെ പറ്റി പറയുന്നത്. ഈ ഉടമസ്ഥതാവകാശത്തെ പറ്റി പറയുമ്പം ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് മുമ്പുണ്ടായിരുന്ന ഉടമസ്ഥതയെ പറ്റി പറയുന്നിടത്ത് ഹാഡും, ഇപ്പോൾ ഉള്ള ഉടമസ്ഥതയെ പറ്റി എടുത്തു പറയുമ്പോൾ അവിടെ ഹാവും ഹാസും യൂസ് ചെയ്യും. ഒരാൾ മാത്രമാണുള്ളത്, ഒരാളുടെ മാത്രം, ഇപ്പം ഒരു പൂച്ചയ്ക്ക് 4 കാലുണ്ട്. എ ക്യാറ്റ് ഹാസ് 4 legs. ഒരു പൂച്ചയുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരാളുടെ കാര്യം മാത്രമാണ് പറയുന്നതെങ്കിൽ ഹാസ് ഉപയോഗിക്കുക. ഒന്നിലധികം പേരുടെയോ ഐയും യുവും ഇത്രയും കാര്യങ്ങളാണെങ്കിൽ അവിടെ ഹാവ് ഉപയോഗിക്കുക. എന്നാൽ ആരുടെ കാര്യം പറയുമ്പോഴും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ ഹാഡാണ് ഉപയോഗിക്കുന്നത്. ഹാസിനും ഹാവിനും പകരമായിട്ട് അതാരുടെ കാര്യം പറയുമ്പോഴും നമുക്ക് ഹാഡ് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇപ്പം ഇങ്ങനെയുള്ള ട്രിക്സുകൾ, അതായത് പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ട്രിക്സുകൾ നമ്മുടെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ നൽകുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഒപ്പം തന്നെ മാക്സിമം നിങ്ങൾ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ എക്സർസൈസിലേക്ക് കടക്കാം. അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് ധാരാളം ജോലിയുണ്ട്. എനിക്ക് ധാരാളം ജോലിയുണ്ട്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, അവർക്കൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവർക്കൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, ഞങ്ങൾക്കൊരു വലിയ കൃഷിസ്ഥലമുണ്ട്. കൃഷിസ്ഥലത്തിന് ഫാമാണ്, ഫാം. ഞങ്ങൾക്കൊരു വലിയ കൃഷിസ്ഥലമുണ്ട്. എനിക്കൊരു പ്ലാനും ഇല്ലായിരുന്നു. എനിക്കൊരു പ്ലാനും ഇല്ലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞങ്ങളുടെ വീട്ടിൽ വേലക്കാരി ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വേലക്കാരി ഉണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകൾ കാണാത്തവർ മാക്സിമം കണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുകയും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും അതുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ 8714460926 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.